ഹലോ, നമസ്തേ നമസ്തേ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് കൃമികൾക്ക്, വേട്ടാവളിയന്മാർക്ക് കുരു പൊട്ടിയിട്ടിരിക്കുകയാണ്. അതായത് മെയിൻലി പറയുവാണെങ്കിൽ നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസ് യുവാക്കളെ, അല്ലെ യുവതികളെ, യുവജനങ്ങളെ, വൃദ്ധരെ എല്ലാം ഹിന്ദുത്വയിലേക്ക് നയിക്കുന്നു എന്നാണ് ആ വേട്ടവളിയന്മാർ പറയുന്നത്. അത് ചെറിയൊരു സർട്ടൻ ആൾക്കാരാണ്, അവർക്ക് അങ്ങ് കുരുപൊട്ടി, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിന് ഒരു വിഷയമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് വിഷയം. പിന്നെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ എന്താണ്, MDMA അടിക്കണോ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ സ്വർണം വെക്കണോ? അവിടെയും ഇവിടെയൊക്കെ സ്വർണം വെച്ചിട്ട് ഇതൊന്നും ഒരു അജണ്ടയല്ല. ഇതൊന്നും ഒരു ഇവര് കുറ്റപ്പെടുത്തുന്ന RSSന്റെ അജണ്ടയാണ്, മറ്റേതാണ്, മാടയാണ്, കോടയെന്നൊക്കെ പറയുന്നത്. RSSന്റെ അജണ്ടയൊന്നും നിനക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. നീയൊക്കെ മരത്തെ കാണുമ്പോൾ അവര് മാനത്ത് കാണും. മനസ്സിലായില്ലേ? എടേ എടേ ഒരു കാര്യം മനസ്സിലാക്കടേ, എല്ലാരും മനുഷ്യരാടേ. മനുഷ്യരാന്ന് കണ്ട് ബഹുമാനിക്കടേ, മറ്റുള്ളവരെ ബഹുമാനിക്കും. നമ്മൾ നിനക്ക് തരുന്നില്ലേ ബഹുമാനം? ഇപ്പൊ ഞാനൊന്ന് കുറി തൊട്ടാൽ, അല്ലെങ്കിൽ ഇതേണ്ട ഇവർ ഈ ചേട്ടൻ ഇദ്ദേഹം ഒന്ന് കുറി തൊട്ടാൽ നേരെ അങ്ങ് സംഖ്യയാക്കുവാണ്. സംഖ്യ ആക്കിക്കൂ, സംഖ്യ ആയിക്കൂ. ആര് പറഞ്ഞു സംഖ്യ അല്ലെന്ന്? നമ്മളൊക്കെ സംഖ്യ തന്നെടേ, നമ്മളൊക്കെ സംഖ്യ തന്നെ. എന്താ സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യപ്പട്ടം കുറച്ചിലൊന്നുമല്ല. എന്താണ് സംഖ്യ? എന്റെ പൊന്നു മക്കളെ, കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, കുറെ എണ്ണം കുരു പൊട്ടിക്കാൻ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലായിടത്തും പോകാമല്ലോ, മതപാഠശാലയിലും മറ്റിടത്തൊക്കെ പോകത്തില്ലേ? ഞങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കുരിയിടുന്നു, ഞങ്ങളുടെ പുറകെ നിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി. എന്തിനാണ് ഇങ്ങനെ കുരു പൊട്ടുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ പഠിക്കട്ടെ. അതുകൊണ്ട് ഇവര് കാരണം, നന്ദഗോവിന്ദം ഭജൻസ് കാരണം ഒരുപാട് കുഞ്ഞുങ്ങള് ഇപ്പോ എന്താണ് ഭജൻ, ഇവരിപ്പോ ചെയ്യുന്നത് ആക്ച്വലി അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു 100% ഭജനാണോ? അല്ല, ശരിയാണ്. പക്ഷെങ്കിൽ നൂതനമായ തലമുറ മാറുന്നതിനനുസരിച്ചും നൂതനമായുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ ഭഗവാനെ സ്തുതിക്കുന്നു. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നു. എല്ലാവർക്കും അതിന്റെ കൂട്ടത്തിലിരുന്ന് ഒരു ഒരു നാമമെങ്കിലും ഉരുവിടാൻ സാധിക്കുന്നു. ഇവരൊക്കെ പ്രോപ്പറായിട്ട് 100%, 110% ഭജൻസ് കോട്ടയത്തൊക്കെ നടത്തി വർഷങ്ങളോളം നടത്തി വന്ന ടീമുകളാണ്. മനസ്സിലായില്ലേ? നീയൊക്കെ എന്തിനാണ്, എനിക്ക് മനസ്സിലാക്കുന്നത്, എന്തിനാണ് ഇത് അജണ്ടയൊക്കെ ആക്കുന്നത്? നീയൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോ? അജണ്ട ആണെങ്കിൽ അജണ്ട. എനിക്ക് ഇവരോടൊക്കെ നന്ദികളെ ഉള്ളൂ, ഈ ചേട്ടന്മാരോട്. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ പ്രായമൊക്കെ ആയിരിക്കും, നന്ദിയേ ഉള്ളൂ. കാരണം ഇവര് കാരണം ഒരുപാട് കുഞ്ഞുങ്ങള്, അമ്പലത്തിൽ പോകലും പോകാത്ത കുഞ്ഞുങ്ങള് ഇപ്പൊ ഇവരെ കാണാൻ വേണ്ടി ഇപ്പൊ ഗുരുവായൂരിലായാലും അവിടെയായാലും ഇവിടെ ആയാലും പോയി വന്ന് തൊഴുത് ഇവരുടെ പ്രോഗ്രാമും പങ്കെടുത്ത് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ഈ ഈ ചേട്ടന്മാര് കാരണം ഒരുപാട് ഇപ്പത്തെ വേറെ ഭജൻസ് ഒരു ഒരു 5-6 ഗ്രൂപ്പുകൾ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഇവരാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നു. ഇനിയും ആൾക്കാർ വരും, 100,000 ആൾക്കാർ വരും. നീയൊക്കെ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കുരുവിന്റെ ഓയിൽമെന്റും എടുത്ത് വെക്കുക. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ കുരു പൊട്ടി ചലമൊലിക്കും, ഒലിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് തടയാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഭജനൊക്കെ ആസ്വദിച്ച് ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ലയിക്കട്ടെ. എന്തിനാണ് കുഞ്ഞുങ്ങൾ വഴി തെറ്റുന്നത്? നിന്നെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നോ? നമ്മളില്ലല്ലോ, നമ്മൾ വരുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിച്ചോളാം. അതിലേക്ക് എന്തിനാണ് ഇടപെടുന്നത്? ദയവ് ചെയ്ത് തല വെച്ച് ചിന്തിക്കുക. തലയുള്ളത് അലങ്കാരത്തിനല്ല, വെച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്ത് ത്രെട്ടാണ്? ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു. ദയവ് ചെയ്ത് നമ്മളെ ബഹുമാനിക്കാൻ പഠിക്കും, പ്ലീസ്.